Okay, good morning students. നമ്മൾ നോക്കാൻ പോകുന്നത് കൺസ്യൂമർ റൈറ്റ്സ് ഇൻ ടേംസ് ഓഫ് ഡാറ്റ പ്രൊട്ടക്ഷൻ. ഓക്കെ, കൺസ്യൂമേഴ്സ് റൈറ്റ്സ് ഇൻ ടേംസ് ഓഫ് ഡാറ്റ പ്രൊട്ടക്ഷൻ. ഒരു ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസ്യൂമറിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടാവുന്നതാണ്. അതായത് GDPR, അതായത് GDPR എന്ന് പറഞ്ഞാൽ ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ, അതാണ് GDPR എന്ന് പറയുന്നത്. ഓഫേഴ്സ് ഇൻഡിവിജ്വൽസ് വിത്ത് 8 റൈറ്റ്സ്. അവര് ആ GDPR ഓഫർ ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽസിന് 8 റൈറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് റൈറ്റ് എന്താണ്? റൈറ്റ് ടു ബി ഇൻഫോംഡ് റിലേറ്റഡ് ടു ഡാറ്റ ഷെയർഡ് ബൈ ഇൻഡിവിജ്വൽസ്. അതായത് ദ കമ്പനീസ് ആർ സപ്പോസ് ടു ടെൽ ഇൻഡിവിജ്വൽസ് വാട്ട് ഡാറ്റ ആർ ബീങ് കളക്ടഡ്, how is being used, how long it will be kept, and it will be shared with any third party. അതായത് നമ്മളൊരു കമ്പനീസിന് ഡാറ്റാസ് കളക്ട് ചെയ്യുമ്പോൾ കൺസ്യൂമേഴ്സിന് അതിനുള്ള റൈറ്റ് ഉണ്ട്. കാരണം അവര് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്ന് അറിയാനുള്ളത്, അതുപോലെ എത്ര കാലത്തേക്ക് അവർ ഡാറ്റ വെക്കും അറിയാനുള്ളത്, അതേപോലെ ഇത് ഈ ഡാറ്റാസ് എന്തിനു കാര്യത്തിനാണ് യൂസ് ചെയ്യാന്ന് അറിയാനുള്ളത്, അതേപോലെ തന്നെ ഇനി ഏതെങ്കിലും തേർഡ് പാർട്ടിക്ക് ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും അറിയാനുള്ള റൈറ്റ്സ് ആർക്കുണ്ടാവും. ഈ GDPR സ്കീം സിസ്റ്റം പ്രകാരം കൺസ്യൂമേഴ്സിന്റെ റൈറ്റ് ആണ്. Then right to access the data by individuals. അതായത് എന്താണ് അതിൽ പറയുന്നത്? Individuals can always submit data access requests which make it necessary for the companies to provide a copy of any personal data concerned. അതായത് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസിന്റെ ഒരു കോപ്പി ഇൻഡിവിജ്വൽ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കെപ്റ്റ് ചെയ്യാനുള്ള കൊടുക്കാനുള്ള റൈറ്റ്സും അത് ആവശ്യപ്പെടുന്ന റൈറ്റ്സും ആയിട്ടുണ്ട് കൺസ്യൂമേഴ്സിനുണ്ട്. ദെൻ റൈറ്റ് ടു റെക്ടിഫിക്കേഷൻ. എന്തെങ്കിലും ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ഡാറ്റയിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? കൺസ്യൂമേഴ്സിനുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ ബിസിനസ്സുകാർ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണം കൺസ്യൂമേഴ്സ് ആവശ്യപ്പെടുന്ന സമയത്ത്. ദെൻ റൈറ്റ് ടു എൻഷുർ, അതായത് റൈറ്റ് ടു അതായത് ഓൾസോ നോൺ ആസ് റൈറ്റ് ടു ഫോർഗോട്ടൺ. അതായത് എന്താണ് അതിനർത്ഥം? ഇൻഡിവിജ്വൽസ് ക്യാൻ റിക്വസ്റ്റ് ദ കമ്പനീസ് ടു ഇറേസ് ദെയർ ഡാറ്റ അറ്റ് സർട്ടൻ സർക്കംസ്റ്റാൻസസ് വെൻ ദ ഡാറ്റ ലോങ് നെസസറി ദ ഡാറ്റ വാസ്. അതായത് ചില സമയത്ത് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഈ ചിലപ്പോൾ ഇൻഡിവിജ്വൽസിന് അവരുടെ ഡാറ്റ ഇറേസ് ചെയ്യണം അല്ലെങ്കിൽ ഫോർഗോട്ട് ചെയ്യണമെന്ന് ആരോട് ആവശ്യപ്പെടാനുള്ള റൈറ്റ് ഉണ്ട്? കമ്പനീസിനോട്. അവർക്ക് എന്തെങ്കിലും മുന്നോട്ട് എന്തെങ്കിലും സർക്കംസ്റ്റാൻസസ് കണ്ടീഷൻസ് കാരണോ അല്ലെങ്കിൽ ലോഫുൾ അല്ലാതെ അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിലോ അവരുടെ പേഴ്സണൽ ഡാറ്റാസ് ഇറേസ് ചെയ്യാൻ ആവശ്യപ്പെടാൻ റൈറ്റ് ആർക്കുണ്ട്? കൺസ്യൂമേഴ്സിനുണ്ട്. ദെൻ എന്താണ്? റൈറ്റ് ടു റെസ്ട്രിക്ട് പ്രോസസിംഗ്. അതായത് ഇൻഡിവിജ്വൽസ് ക്യാൻ റിക്വസ്റ്റ് ദ കമ്പനീസ് ടു ലിമിറ്റ് ദ വേ ആൻ ഓർഗനൈസേഷൻ ഈസ് യൂസിംഗ് പേഴ്സണൽ ഡാറ്റ. ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു റിക്വസ്റ്റിംഗ് ദ erase of the data and might be used for individual consent accuracy. അതായത് റെസ്ട്രിക്ട് പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അവർക്ക് ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാം? കമ്പനീസിനോട് റിക്വസ്റ്റ് ചെയ്യാം. അതായത് ഈ ഓർഗനൈസേഷന് അതായത് അവരുടെ ഡാറ്റാസിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് വരുത്താന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡാറ്റ പ്രോസസിംഗിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെ ആർക്ക് ആവശ്യപ്പെടാം? കൺസ്യൂമേഴ്സിന് കമ്പനീസിനോട് ആവശ്യപ്പെടാം. ദെൻ റൈറ്റ് ഓഫ് ഡാറ്റ പോർട്ടബിലിറ്റി. അതായത് ഈ അവരുടെ പേഴ്സണൽ ഡാറ്റ എന്തൊക്കെ കാര്യത്തിന് എന്തൊക്കെ ഡിഫറെന്റ് സർവീസസിന് യൂസ് ചെയ്യും എന്ന് അറിയാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? കൺസ്യൂമേഴ്സിന് ഉണ്ട്, കസ്റ്റമേഴ്സിന് ഉണ്ട്. ദ റൈറ്റ് ഓൺലി അപ്ലൈസ് ടു പേഴ്സണൽ ഡാറ്റ ആൻഡ് ഇൻഡിവിജ്വൽ ഹാസ് പ്രൊവൈഡഡ് ഡാറ്റ കൺട്രോൾസ് ബൈ ദ വേ ഓഫ് കോൺട്രാക്ട് ആൻഡ് കൺസെന്റ്. അതായത് കൺസ്യൂമേഴ്സിന്റെ കൺസെന്റ് ഉണ്ടെങ്കിലോ മാത്രമേ അവർക്ക് ഈ ഡാറ്റാസ് എന്തെങ്കിലും ഈ ബിസിനസിന്റെ കാര്യത്തിന് അല്ലാതെ എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള റൈറ്റ് ആർക്കുണ്ടായിരിക്കും? കസ്റ്റമേഴ്സിനുണ്ടായിരിക്കും. ദ റൈറ്റ് ടു ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? റൈറ്റ് ടു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ക്യാൻ ഓൾവേസ് ഒബ്ജക്ട് ദ പ്രോസസിംഗ് ഓഫ്, അതായത് അവരുടെ പേഴ്സണൽ ഡാറ്റ ഒബ്ജക്ട് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? കൺസ്യൂമേഴ്സിനുണ്ട്. ഇതേപോലെ ലാസ്റ്റ് റൈറ്റ് ആണ് റൈറ്റ് റിലേറ്റഡ് ടു ഓട്ടോമേറ്റഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻക്ലൂഡിംഗ് പ്രൊഫൈലിംഗ്. അതായത് അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിനുള്ള അവരുടെ ഡാറ്റ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതിനെ കുറിച്ചൊരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള റൈറ്റും ആർക്കുണ്ടായിരിക്കും? കമ്പനീസിനെ ഇൻഫോം ചെയ്യാനുള്ള റൈറ്റും ആർക്കുണ്ടായിരിക്കും? കൺസ്യൂമേഴ്സിന്. അപ്പം GDPR സിസ്റ്റം പ്രകാരം കൺസ്യൂമേഴ്സിന് 8 റൈറ്റ് ആണുള്ളത്. 8 റൈറ്റ് നമ്മളിപ്പോ നോക്കി. ഓക്കെ, ഇതിനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്പെറൻസി. നമ്മൾ കൺസെന്റ് നോക്കി, കോൺഫിഡൻഷ്യാലിറ്റി നോക്കി. ഇതിന് നോക്കാൻ പോകുന്നത് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്താണ് ഉദ്ദേശിക്കുന്നത്?
Data transparency is a key concern from the customer standpoint. അതായത് കസ്റ്റമർ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഡാറ്റ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്. നമ്മൾ കൺസെന്റും കോൺഫിഡൻഷ്യാലിറ്റിയും പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിരിക്കുക, ഡാറ്റ ട്രാൻസ്പെറന്റ് ആയിരിക്കുക എന്നുള്ളതും ഒരു കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് കീ പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എവറി ഓൺലൈൻ കമ്പനീസ് കളക്ട് ഇൻഫർമേഷൻ ഫ്രം അതായത് നമ്മളിപ്പം ഒരു ഫോൺ ത്രൂ ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഓൺലൈൻ പർച്ചേസിങ് ഓൺലൈൻ കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് നമ്മൾ മൊബൈൽ ത്രൂ എന്തെങ്കിലും വാങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ഡാറ്റാസ് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളെ മൊബൈൽ നമ്പർ, നമ്മളെ ഇമെയിൽ ഐ ഡി, നമ്മളെ പേര്, കാര്യങ്ങളൊക്കെ, അഡ്രസ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ കോൺഫിഡൻഷ്യൽ ട്രാൻസ്പെറന്റ് ആയിരിക്കും. അതൊക്കെ എന്താ പറയാ, കമ്പനീന്റെ എത്തിക്സ് പ്രകാരമായിരിക്കണം അവർ ആ ഡാറ്റാസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ അവര് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ മിസ്യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് അവർക്കുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഒരു ട്രസ്റ്റ് വർത്തിനെസ്, ട്രാൻസ്പെറന്റ് ആയിരിക്കണം നമ്മുടെ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഡാറ്റ ട്രാൻസ്പെറൻസിയിൽ പറയുന്നത്. നമുക്ക് ഊഹിച്ചറിയാം, നമ്മൾ ആധാർ കാർഡ് നമ്പർ ഒക്കെ ചിലപ്പോൾ നമ്മൾ ബാങ്കിന്റെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോൺഫിഡൻഷ്യാലിറ്റി അതേപോലെ അവരെ ട്രാൻസ്പെറൻസി കീപ്പപ്പ് ചെയ്യാന്നുള്ളത് ഒരു കമ്പനീന്റെ ബിസിനസ് എത്തിക്സ് ആണ്. ഓക്കെ, ദെൻ ഡാറ്റ മിനിമൈസേഷൻ. ഡാറ്റ മിനിമൈസേഷൻ എന്ന് പറഞ്ഞു, അടുത്തത് ഡാറ്റ മിനിമൈസേഷൻ. എന്താണ് ഡാറ്റ മിനിമൈസേഷൻ എന്ന് പറയുന്നത്? Companies collect the customer data so that they can understand the frequency of customers purchase and will focus on marketing, promotions and schemes for the customers. അതായത് ഡാറ്റ മിനിമൈസേഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ, കമ്പനീസ് കളക്ട് ചെയ്ത ഡാറ്റാസ് അവരെന്താണ് അവർ കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതായത് നമുക്ക് കിട്ടിയ ഡാറ്റാസ് എന്തൊക്കെയാണെന്നുള്ളത് കമ്പനീസ് കറക്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അത് മാർക്കറ്റിംഗ്, പ്രൊമോഷൻസിന് അല്ലെങ്കിൽ എന്താ പറയാ മാർക്കറ്റിംഗ് പ്രൊമോഷൻസും അവരെ കസ്റ്റമേഴ്സിന്റെ സ്കീംസിനും ഒക്കെ വേണ്ടി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റേനെ മിനിമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് കസ്റ്റമേഴ്സിന്റെ എന്താ പറയാ ട്രസ്റ്റും എൻഹാൻസ് ചെയ്തിരിക്കണം. അതേസമയം നമുക്ക് കമ്പനീസിന്റെ മാർക്കറ്റിംഗ് പ്രൊമോഷൻസിന് നമുക്ക് അത് യൂസ് ചെയ്യാം. അത് മിനിമൽ ഡാറ്റ കളക്ഷൻ ഉപയോഗിക്കുന്നത് വഴി. ഓക്കെ, കമ്പനീസ് ക്യാൻ ഫോളോ സർട്ടൻ കീ ഗുഡ് പ്രാക്ടീസസ്. അതായത് ഒരു ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം? ഡാറ്റ കളക്ഷൻ ഓഫ് ഡാറ്റ തന്നെ ബേസിക് മാനറിലായിരിക്കണം. ഐഡന്റിഫൈങ് സം ആക്ഷൻ പോയിന്റ്സ് ഫോർ കസ്റ്റമേഴ്സ് ബെനിഫിറ്റ്. ഓക്കെ, കസ്റ്റമേഴ്സിന്റെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവോ എന്നുള്ളത് നമ്മളൊരു പോയിന്റിൽ നമ്മളത് ആ ഡാറ്റ കളക്ഷൻ വാങ്ങുന്നത് നമ്മൾ അതായത് ഇപ്പൊ നമ്മൾ ഡാറ്റ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ യൂസ് till a maturity level is reached. Okay, then post maturity level of data, delete some data points. Ensure data security is always the best technology terms. Companies should be open for data portability to some other platform. Customer data be deleted the main server in customer wants. Periodic view of by companies on data security, access control of data and data audits. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഡാറ്റ മിനിമൈസേഷനിൽ പറയുന്നത്. ദെൻ ഡാറ്റ ആക്സസ് ആൻഡ് കൺട്രോൾ. ഡാറ്റ ആക്സസ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് എന്താ? ഡാറ്റ ആക്സസ് ആൻഡ് കൺട്രോൾ ഇസ് എ പ്രോസസ് റിലേറ്റഡ് ആക്ഷൻ പോയിന്റ് ഫോർ എനി കമ്പനി വിച്ച് ഹാസ് കളക്റ്റഡ് കസ്റ്റമർ ഡാറ്റ. അതായത് കസ്റ്റമേഴ്സിന്റെ ഡാറ്റ കളക്ട് ചെയ്യാന്നുള്ളത് ഒരു കമ്പനീന്റെ ഒരു മെയിൻ പോയിന്റ് ആണ്. അതാണ് ഡാറ്റ ആക്സസ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞ ആ പേര് പോലെ തന്നെ. അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാല്, data is not leaked to third party or intentionally sold to third parties for commercial gains. അപ്പം ഈ ഡാറ്റ ആക്സസ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റേനെ കമ്പനീസ് ഇന്റൻഷനലി ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു തേർഡ് പാർട്ടിക്കും നമ്മളെ അറിയാതെ ലീക്ക് ചെയ്യാനും നമ്മൾ ഈ ഡാറ്റാസ് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേപോലെ ട്രാൻസ്പെറൻസി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കളക്ട് ചെയ്ത ഡാറ്റാസ് കമ്പനീസ് എന്ത് ചെയ്യുക, തേർഡ് പാർട്ടിക്ക് ലീക്ക് ചെയ്യാനോ അവർക്ക് ഇന്റൻഷനലി ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ്. ഒരു കസ്റ്റമർ എന്തൊക്കെ ഡാറ്റാസ് ആയിരിക്കും നമുക്ക് ഷെയർ ചെയ്യുക? അവരെ നെയിം, ടെലിഫോണ്, അഡ്രസ്, ഇമെയിൽ, ആധാർ കാർഡ്, UPI കാർഡ്, അങ്ങനത്തെ കുറേ നമ്പർ തരും.
അപ്പൊ ഇത് നമ്മളെ ട്രസ്റ്റ് വർത്തിനെസ് ആണ്. അതായത് നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും, ഒരു ബിസിനസിനെ ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളല്ലേ ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, നമ്മൾ ആ ഒരു കമ്പനീനെ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇത്രയും ഡാറ്റ കൊടുക്കുന്നത്. അപ്പൊ അത് അവരുടെ റൈറ്റ് ആണ്. അവർ കളക്ട് ചെയ്ത ഡാറ്റാസിന് എന്ത് ചെയ്യരുത് എന്നുള്ളത്, മിസ്യൂസ് ചെയ്യുക, ലീക്ക് ചെയ്യുക എന്നുള്ളത് ചെയ്യാതിരിക്കാൻ എന്നുള്ളത്, അത് അവരുടെ റെപ്യൂട്ടേഷനെയാണ് അത് ബാധിക്കുക. ഓക്കെ, then third party sharing. Third party sharing, let's understand who are third parties. നമുക്ക് തേർഡ് പാർട്ടി ഷെയറിങ് വരും എപ്പോഴാണ്? ആരെ തേർഡ് പാർട്ടി തന്നെ ഒരു പേഴ്സൺ അല്ല. ആർക്കൊക്കെ ഷെയർ ചെയ്യാം തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ? സപ്ലയേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, പാർട്ട്നേഴ്സ് ആൻഡ് റീസെല്ലേഴ്സ് അല്ലെ. തേർഡ് പാർട്ടി ഷെയറിംഗ് ആണ്. നമുക്കിപ്പം ഒരു കമ്പനിക്ക് നമ്മളിപ്പം ഒരു ഓൺലൈൻ ഡ്രസ്സ് വാങ്ങിക്കാന്ന് വെച്ചാൽ ഒരു കമ്പനി, അപ്പൊ അവരെ സപ്ലയേഴ്സിന് അവരെന്ത് ചെയ്യും? നമ്മൾ ഡാറ്റ ഷെയർ ചെയ്യണം, നല്ല അഡ്രസ്സിൽ നമുക്ക് സാധനങ്ങൾ എത്തുള്ളൂ. അപ്പൊ തേർഡ് പാർട്ടി ഷെയറിംഗ് നടക്കുക ഇത്രയും തേർഡ് പാർട്ടീസിനാണ്. ആർക്കൊക്കെ? സപ്ലയേഴ്സിന്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, പാർട്ട്നേഴ്സ് ആൻഡ് റീസെല്ലേഴ്സിന്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടൂൾസില്, മോണിറ്ററിംഗ് സൊല്യൂഷൻസ് സംഭവിക്കുന്ന സമയത്ത്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് CRM ടൂൾസില്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിന്, എംപ്ലോയീസ് ആൻഡ് കസ്റ്റമർ സ്ക്രീനിങ് ആൻഡ് റെപ്യൂട്ടേഷൻ സർവീസ്, മീഡിയ ഏജൻസീസ്. ഇത്തരം തേർഡ് പാർട്ടീസിക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഡാറ്റാസ്, അതും കൺസ്യൂമേഴ്സ് കൺസെന്റോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ നോക്കുന്നത് കംപ്ലൈൻസസ്. കംപ്ലൈൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് എ കമ്പനി ഫോളോസ് GDPR റൂൾസ്, നമ്മൾ പറഞ്ഞല്ലോ GDPR റൂൾ ആണ് ഒരു കമ്പനി ഫോളോ ചെയ്യുന്നത്. ഈവൻ ഇഫ് നോട്ട് ആപ്ലിക്കബിൾ വിൽ ഓൾവേസ് ഹാവ് കംപ്ലൈൻസസ് റിലേറ്റഡ് ഇഷ്യൂസ്. അപ്പൊ അത് അപ്ലിക്കബിൾ അല്ലെങ്കിൽ നമുക്ക് ചില കംപ്ലൈൻസസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഈ കംപ്ലൈൻസസ് എന്ന് പറഞ്ഞാൽ അതാണ്. അതേപോലെ ഡാറ്റ സെക്യൂരിറ്റി അറ്റ് സെർവർ ലെവൽസ്. എന്തെങ്കിലും സെർവറിന് കംപ്ലൈന്റ് വരുന്ന സമയത്ത് നമുക്ക് കംപ്ലൈൻസസ് എപ്പോഴൊക്കെ വരും? ഒരു ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സമയത്ത് നമ്മളിപ്പോൾ GDPR സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് വരാമെന്ന് പറഞ്ഞു. അതേപോലെ നമ്മുടെ സെർവറിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത്, സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് വരുന്ന സമയത്ത്, സെൻസിറ്റൈസേഷൻ ഓഫ് ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് കോൺഫിഡൻഷ്യൽ എംപ്ലോയീസ് ലെവൽ തേർഡ് പാർട്ടി ഹൈലി റെക്കമെൻഡ്. അതായത് തേർഡ് പാർട്ടിക്ക് അഥവാ ഈ ഡാറ്റാസ് ലീക്ക് ആവുന്ന സമയത്ത് നമുക്ക് കംപ്ലൈൻസസ് ഉണ്ടാവാം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കാതിരിക്കുന്ന സമയത്ത്, അങ്ങനത്തെ കേസിൽ നമ്മൾ അതായത് അതിന്റെ എന്താ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാതിരിക്കുന്ന ഒരു സമയത്തും ടെക്നോളജിക്കൽ ഇഷ്യൂസസ് ഒക്കെ കാരണം നമുക്ക് കംപ്ലൈൻസസ്, നമ്മളെ ഡാറ്റ കംപ്ലൈൻസസ് ഉണ്ടായിരിക്കും കസ്റ്റമേഴ്സ് തമ്മിൽ. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നമ്മൾ നോക്കുന്നത് എത്തിക്കൽ പ്രാക്ടീസസ് പ്രോഡക്റ്റ് 1 എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. അതായത് എത്തിക്കൽ പ്രാക്ടീസസ് ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ, നമ്മളിപ്പോ റീറ്റെയിൽ കസ്റ്റമേഴ്സിനെ നമ്മൾ കാര്യം പറഞ്ഞു, ഒരു പ്രോഡക്റ്റിന്റെ മുകളിൽ എന്തൊക്കെ എത്തിക്സ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോക്കാൻ പോകുന്നത്, അതായത് നമ്മൾ ഇത്രയും നേരം ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യുക, കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു ബിസിനസിന്റെ എത്തിക്സ് എന്താന്ന് നോക്കി. ഇനി പ്രോഡക്റ്റിന്റെ ബിസിനസ് എത്തിക്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രോഡക്റ്റ്, അതായത് ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ കുറെ എത്തിക്സ് ഉണ്ടായിരിക്കണം. ചുമ്മാ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് ഒരു കമ്പനിക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം in this world we have many manufacturing companies in every industry. All these companies produce products or manufacture them as per the process laid down, which is okay, but the most important issue is it being done ethically. അല്ലെ, നമുക്ക് ഇപ്പൊ ഡിഫറെന്റ് കമ്പനീസ് ഉണ്ട്, അവർ ഡിഫറെന്റ് പ്രോഡക്ട്സ് വിൽക്കുന്നുണ്ട്. ഈ പ്രോഡക്ട്സ് എല്ലാം നമ്മൾ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെ, കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അനുസരിച്ചാണ് ഇവിടെ ഓരോ ബിസിനസ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരൊക്കെ നമ്മൾ റൺ ചെയ്യുന്നത് എന്തിന്റെ ബേസിലായിരിക്കണം? എത്തിക്കലി ആയിരിക്കണം. അല്ലെ, നമ്മളെ എന്താ പറയാ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസും എൻവയോൺമെന്റൽ ഫ്രെയിംവർക്കും റെഗുലേറ്ററി ലീഗൽ ഫ്രെയിംവർക്കും ഒക്കെ പാലിച്ച് എത്തിക്കൽ അറ്റ്മോസ്ഫിയറിലായിരിക്കണം എന്ത് ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രോഡക്റ്റിന്റെ കേസിലും പ്രോഡക്റ്റ് ഡിസൈൻ ആൻഡ് ഇന്നോവേഷൻ, ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് തൊട്ടിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ചിന്തിക്കുന്ന സമയം തൊട്ടിട്ട് നമ്മൾ എന്തായിരിക്കണം? എത്തിക്കലി നമ്മൾ കറക്റ്റ് ആയിരിക്കണം. അതായത് നമ്മളെ ബിസിനസ് ലീഗലി ഒക്കെ കറക്റ്റ് ആണോ, നാച്ചുറൽ എക്കോണമിക് ഫ്രണ്ട്ലി ആണോ, അതേപോലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് പാലിച്ചിട്ടുള്ളതാണോ എന്നുള്ളത് നമ്മൾ നോക്കുക. അവിടെ ഓരോ കസ്റ്റമേഴ്സും കൺസ്യൂമേഴ്സും അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ആണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.